സുഹൃത്തുക്കളെ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് ഇന്നും എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ BJP വീണ്ടും അധികാരത്തിൽ വരുമോ ഇല്ല എന്നുള്ള ഒരു വലിയ സംശയം നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്തവണ BJP അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉത്തരേന്ത്യ മുഴുവൻ, ഒരു വലിയ വിഭാഗം ജനങ്ങൾ മുഴുവൻ BJPക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, അതോ അവരുടെ മുമ്പിലേക്ക് ഒരു വലിയ BJP എങ്ങനെയാണോ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു വലിയ ഐക്കണ മുന്നോട്ട് വെച്ചത്, അതേപോലെ ഇന്ത്യ മുന്നണിക്ക് ഒരു ഐക്കൺ മുന്നോട്ട് വെക്കാനായിട്ട് ഈ കെജ്രിവാൾ ഇഫക്റ്റ് സാധിക്കുമോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നോക്കിക്കോളൂ, എല്ലാ കാലവും BJP അധികാരത്തിൽ വരുന്ന സമയത്ത് BJPക്ക് നമ്മുടെ കോൺഗ്രസിൽ ഇട്ടുകൊടുക്കാൻ ഒരുപാട് തീറ്റകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇട്ടുകൊടുക്കുന്ന ആ ഒരു കുരുക്കിൽ പിടിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ ഇത്തവണ BJP ഇട്ടുകൊടുക്കുന്ന ഒരു മരുന്നിൽ പോലും, അബദ്ധത്തിൽ പോലും ചവിട്ടാൻ ഇന്ത്യ മുന്നണി തയ്യാറാവുന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം എല്ലാ കാലവും സംഭവിക്കുന്ന പോലെ തന്നെ, കഴിഞ്ഞ ഇലക്ഷനുകളിൽ സംഭവിക്കുന്ന പോലെ തന്നെ, എന്തെങ്കിലും ഒരു മരുന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നാലെ പിടിച്ചു തൂങ്ങിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്ര കോമാളിത്തരങ്ങളൊന്നും ഇത്തവണ നമ്മുടെ കോൺഗ്രസ് മുന്നണി വീണിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വീണിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അങ്ങോട്ട് വെക്കുന്ന എല്ലാ തുറുപ്പു ചുറ്റിലും അബദ്ധത്തിലും അല്ലാതെയും ചവിട്ടിക്കൊണ്ടേ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ BJP, ഈവൻ മോദി സർക്കാർ മുഴുവൻ. നോക്കൂ, ആ മോദിയുടെ ആ ഒരു ഇഫക്റ്റ് തീരെ അങ്ങോട്ട് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞ ആ മോദി ഗ്യാരണ്ടി എന്നുള്ള വാക്ക് തന്നെ മറന്നു കളഞ്ഞ പോലെ തന്നെ ഇപ്പോൾ BJPക്കാർ മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പോയി രാഹുൽ ഗാന്ധിയെ എങ്ങനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാമെന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന ഒറ്റ കാര്യം എന്താ ചോദിച്ചാൽ, കെജ്രിവാളിന്റെ അറസ്റ്റ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തവണത്തെ ഇലക്ഷനിൽ BJP ചെയ്ത മഹാ അബദ്ധങ്ങളിൽ ഒന്നാണ്. ഒപ്പം തന്നെ കെജ്രിവാളിന് ഇതാ വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ ഇലക്ഷന്റെ ഇടയിൽ തന്നെ കിട്ടിയ ആ ഒരു ജാമ്യം BJPക്ക് കിട്ടിയ ഒരു ഗംഭീര അടി തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു ഐക്കണായിട്ട് ഇന്ത്യക്ക് വിജയിക്കാനുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു ഐക്കണായിട്ട് കെജ്രിവാൾ മെല്ലെ മുന്നോട്ട് എത്തിയിട്ടുണ്ടെന്നാണ്. ഇതിനൊക്കെ ഏറ്റവും പുറകിൽ പറയേണ്ട ഒരു കാര്യം, എല്ലാ തവണയും BJPക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു വലിയ ആശയം പൊതുജനങ്ങളുടെ പട്ടിണിയോ, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് പെട്രോൾ വില കൂടിയെന്നോ, ഭക്ഷണസാധനങ്ങൾ വില കൂടിയെന്നോ, അവരുടെ ജീവിതാവസ്ഥയെ കുറിച്ചിട്ടോ, കൃഷിയെ കുറിച്ചോ, നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ചോ, യുവാക്കൾക്ക് ജോലി ഇല്ലാത്തതിനെ കുറിച്ചിട്ടോ ഒന്നും BJPക്ക് ഒരു അക്ഷരം ഉണ്ടാവാറില്ല. ഇപ്പോഴും മിണ്ടുന്നില്ല. ഇലക്ഷനിൽ പോലും ആകെ മുന്നോട്ട് വെക്കുക മതമാണ്, ജാതി രാഷ്ട്രീയമാണ്, വർഗീയതയാണ്. ഇതില് ഏറ്റവും നല്ല വർഗീയ കാർഡ് ഇളക്കി കളിച്ചിരുന്നത് രാമക്ഷേത്രമായിരുന്നു. ഞങ്ങളിതാ രാമക്ഷേത്രം പണിയാൻ പോകുന്നു, രാമരാജ്യം വരാൻ പോകുന്നു, നിങ്ങൾക്കതൊരു നല്ല ജീവിതം കിട്ടാൻ പോകുന്നു, രാമരാജ്യത്തിൽ എല്ലാവരും തുല്യരായിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന ജീവിതം അതിഗംഭീരമായിരിക്കും എന്ന് പറയുന്ന ആ ഒരു വാഗ്ദാന പെരുമഴയിലായിരുന്നു ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ മുഴുകിപ്പോരുന്നത്. ഇവിടുത്തെ എന്ന് വെച്ചാൽ കേരളം വിട്ടേക്ക് കേട്ടോ, ഉത്തരേന്ത്യൻ ജനത മുഴുവൻ മുഴുകിപ്പോയിരുന്നത്. അങ്ങനെ മുഴുകിപ്പോയിരിക്കുന്ന ആ ഒരു ജനത രാമരാജ്യം വരുമെന്നൊരു വലിയ പ്രതീക്ഷ നിന്നുകൊണ്ടിരുന്ന ആ ഒരു ജനത മുമ്പിലേക്കാണ് രാമക്ഷേത്രം പണിതുയർത്തിയത്. രാംലല്ലയെ സ്ഥാപിച്ചു, മോദിയാണ് സ്ഥാപിച്ചത്. ഇതൊക്കെ ഒരു ഭയങ്കര എഫക്റ്റ് രാജ്യത്ത് ഉണ്ടാക്കുമെന്നാണ് അവർ വിചാരിച്ചതെങ്കിലും അതിനെടുത്ത് ആരും ആഘോഷിച്ചില്ല. അവർ മാത്രം ആഘോഷിച്ച് അവർക്കിടയിൽ മാത്രം ഒരു വലിയ ഭക്തിയുടെ എന്തൊക്കെ പാരവശ്യങ്ങൾ വന്ന് അവിടെ തന്നെ അത് തണുത്തുറഞ്ഞു പോയി. അത് പുറത്തേക്ക് ആരും സംസാരിച്ചില്ല. അതുകൊണ്ട് തന്നെ രാമക്ഷേത്രം വന്നു കഴിഞ്ഞ സമയത്ത് അതിന്റെ പരിസര പ്രദേശത്തുള്ള ആളുകളൊക്കെ വിചാരിച്ചത് അവരുടെ ജീവിതം ഇതാ മാറി എന്നാണ്. പക്ഷേ ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, മാസങ്ങളേറെ കഴിഞ്ഞു. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. രാജ്യം അഭിവൃദ്ധിപ്പെടുന്നില്ല. വീണ്ടും പട്ടിണിയിലേക്ക് കൂപ്പിക്കുത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ യുവാക്കൾക്ക് ജോലി കിട്ടുന്നില്ല. ഇതൊക്കെ അവർ അലക്കെട്ടിക്കൊണ്ടിരുന്നു. രാമക്ഷേത്രം വന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം മാറാത്ത എന്നാണ് അവർ ചിന്തിച്ചത്. ആ ഒരു ചിന്ത കൂടി അവരുള്ളിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇതൊന്നുമല്ല നമ്മുടെ രാജ്യത്ത് വേണ്ടതെന്നും, നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമായിട്ട് സമാധാനത്തോടെ ആഹ്ലാദത്തോടെ ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്നും കെജ്രിവാൾ മുന്നണി എന്ന് ഞാൻ അതിന് വിളിക്കട്ടെ, ആ ഒരു കെജ്രിവാൾ മുന്നണി സംഗതികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതോട് കൂടിയിട്ട് ആളുകൾക്ക് മുഴുവൻ BJPക്കാർ കൂടുന്നിടത്ത് ആളുകൾ കൂടാതെ എവിടെയാണ് കോൺഗ്രസ്സുകാരും ഇന്ത്യ മുന്നണിയും കെജ്രിവാളും വരുന്നത്, അവിടെ ആളുകൾ കൂടാൻ തുടങ്ങി. നോക്കൂ, കെജ്രിവാൾ ഇന്ത്യ മുഴുവൻ ഒരൊറ്റ കറക്കം മതിയാവും. അല്ലെങ്കിൽ അദ്ദേഹം ഇനിയുള്ള ഇലക്ഷൻ സമയത്ത് മുഴുവൻ എവിടൊക്കെയാണ് ഇലക്ഷൻ നടക്കുന്നത് ആ പ്രദേശത്ത് മുഴുവൻ പോയിട്ട് ഒരു പ്രസംഗം മതിയോ? ഇപ്പോഴാ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ മുഴുവൻ വരാം, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ മുഴുവൻ വരാം, നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിടൂ.
നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കെജ്രിവാൾ വെല്ലുവിളിച്ചിരിക്കുന്നു. ഈവൻ മോഡിയെ പോലും ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് വരാൻ തയ്യാറില്ല എന്നുള്ളതാണ്. തയ്യാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു TV കണ്ട് സംസാരിച്ച മനുഷ്യന് എങ്ങനെയാണ് സംവാദത്തിന് തയ്യാറാവുന്നതൊക്കെ വലിയ സംശയമുള്ള കാര്യമാണ്. ഇപ്പൊ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് രാമക്ഷേത്രം വന്ന് ഒരു കാര്യം ഉണ്ടായില്ല പൊതുജനങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തി ഉയർന്നു എന്നല്ലാതെ അവരുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. ചുറ്റുഭാഗത്ത് മുഴുവൻ ഹോട്ടലിനും മറ്റൊക്കെ നിറഞ്ഞത് സാധാരണ ജനങ്ങളല്ല, വൻകിട കമ്പനികളുടെയാണ്. കുത്തക കമ്പനികളുടെ ഹോട്ടലുകളും മറ്റും നിറഞ്ഞു എന്നുള്ളതാണ് അതിന് ചുറ്റും. ഒപ്പം തന്നെ കെജ്രിവാൾ വന്നു, അതിന് ഗംഭീര എഫക്റ്റ്. ഇതിനൊക്കെ അപ്പുറമാണ് ഒരു ചെറുപ്പക്കാരൻ മതി പ്രതിപക്ഷമായി നിന്നുകൊണ്ട് ഇന്ത്യയെ മാറ്റപ്പെടുത്താനുള്ള ചിന്തയുമായിട്ട് ധ്രുവ് റാഠി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോകള് ചെന്നം പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ ആളുകൾക്ക് മനസ്സിലാക്കാനുണ്ടായിരുന്നത് അത് മുഴുവൻ ആ മനുഷ്യൻ നല്ല ഹിന്ദിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ആളുകൾക്ക് മെല്ലെ മെല്ലെ മനസ്സിലാക്കി തുടങ്ങി എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും ഇന്ത്യയിൽ സംഭവിക്കുക എന്ന് മെല്ലെ ആളുകൾക്ക് ബോധ്യമായി തുടങ്ങി. ഇത് ആളുകൾക്ക് ഇനി സമാധാനം വേണമെന്നുള്ള ഒരു തോന്നലൊക്കെ തോന്നി തുടങ്ങി. രാഹുൽ അതിനൊപ്പം തന്നെ ജയിക്കും ചെയ്യും കേട്ടോ. രാഹുൽ അവിടെ അങ്ങനെ ജയിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് രാഹുൽ 2 സ്ഥലത്ത് ജയിക്കും. വയനാടും ജയിക്കാം, റായ്ബറേലിയും ജയിക്കാം. റായ്ബറേലിയിൽ ജയിച്ചു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ട് രാഹുൽ ചെയ്യുക മിക്കവാറും റായ്ബറേലിയിൽ ഏറ്റെടുക്കുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി നമ്മുടെ വയനാട് വന്ന് മത്സരിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ കേട്ടോ. എന്തൊക്കെയായാലും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ബാക്കി നിങ്ങൾക്ക് വിട്ടുതരുന്നു. തീർച്ചയായിട്ടും ഇത്തവണ ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് BJPക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തോർത്തിരിക്കുന്നു. എഴുത്തു സുഹൃത്തുക്കളെ, ബൈ.